ഇടുക്കിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നിൽക്കുന്നത്. നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. അവിടെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയാണ്. വണ്ടിപ്പെരിയാർ കക്കി കവലയിൽ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആ വീടുകളിലുള്ളവരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. മറ്റ് പലയിടങ്ങളിലും ഇത് തന്നെയാണ്. പല ടൗണുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. കട്ടപ്പനയിലും അതോടൊപ്പം തന്നെ നെടുങ്കണ്ടത്തും ഒക്കെ വലിയ പ്രശ്നമുണ്ട്. കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശത്ത് അസാധാരണമായ മഴയാണ്. അങ്ങനെ ഡാം തുറക്കുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ദാ കൂട്ടാറിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണല്ലേ ഈ സമയത്തിനകം തന്നെ നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് രാത്രിയോടുകൂടി പെട്ടെന്നുണ്ടായ പെയ്ത്തിലാണ് ഇത്രയും വലിയ രീതിയിലൊക്കെ കാര്യങ്ങൾ പോയത്. അതോടൊപ്പം തന്നെ എറണാകുളത്തിന്റെ വിവിധ ഇടങ്ങളിലും ഈ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രണ്ട് ജില്ലയിലുമാണ് പ്രശ്നം. നിതിൻ തോമസും അരുൺ ശങ്കറുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. നിതിൻ, ഈ കാണുന്നത് എന്ത് തരത്തിലുള്ള ദൃശ്യങ്ങളാണ്? പലയിടത്തും പ്രശ്നമാണല്ലേ? നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ് പെട്ടെന്നൊരു മഴപ്പെയ്ത്ത് വന്നപ്പോഴത്തേക്കും ഈ രീതിയിൽ കാര്യങ്ങൾ പോയത്. പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ഒഴുകി പോവുകയാണ്. എന്തെല്ലാം നടപടികളുണ്ട്? ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കുത്തനെ മഴ ഇടിച്ച് പെയ്ത് ഇത്രത്തോളം പ്രശ്നമുണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് അറിയുന്നുണ്ടോ? കാരണം പല വിധത്തിലുള്ള ആശങ്കകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. എത്രത്തോളം ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്? ഇപ്പോഴും മഴയുണ്ടോ? പൂജ, ഇടുക്കിയുടെ മലയോര മേഖലകളിൽ പെട്ടെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മഴയാണ് ഇന്നലെ രാത്രി ലഭിക്കാൻ തുടങ്ങിയത്. ഇന്നലെ രാത്രി ഒരു 7 മണിയോട് കൂടിയിട്ടാണ് ഇടുക്കിയുടെ മലയോര മേഖലകളിൽ ഒന്നാകെ മഴ പെയ്തു തുടങ്ങിയത്. ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ആ മഴ ഇത്രത്തോളം നീണ്ടുപോകുമെന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ദുരിതത്തിലേക്ക് അത് കൊണ്ടുപോകുമെന്നോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. 7 മണിക്ക് തുടങ്ങിയ മഴ പല പ്രദേശങ്ങളിലും അവസാനിച്ചത് രാവിലെ 4 മണി 5 മണിയോട് കൂടിയിട്ടാണ്. നെടുങ്കണ്ടം, കട്ടപ്പന, അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ, കുമളി ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പലയിടത്തും കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇന്നലെ രാത്രി ഒരു കുടുംബത്തിലെ 5 പേരായിരുന്നു കുമളിയിൽ മഴയത്ത് ഒറ്റപ്പെട്ടു പോയത്. അവരെ രാത്രി തന്നെ രക്ഷിക്കാൻ സാധിച്ചു. അവരെ ഉൾപ്പെടെ 42 കുടുംബങ്ങളെയാണ് കുമളിയിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ, കക്കിക്കവല മേഖലകളിലൊക്കെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടിപ്പെരിയാർ കക്കിക്കവല മേഖലയിലാണ്. ഇന്നലെ രാത്രി ഈ റോഡിൽ ഉൾപ്പെടെ മൊത്തത്തിൽ വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഒരു തോടും, ഈ തോട് കരകവിഞ്ഞാണ് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിരുന്നത്. ഇപ്പോൾ നിലവിൽ മഴ കുറഞ്ഞതിനാൽ തോട് അല്പം ഉൾവലിഞ്ഞിട്ടുണ്ട്. പക്ഷേ തോട്ടിലൂടെ കുത്തിയൊലിക്കുന്ന വെള്ളം നമുക്ക് കാണാം. തൊട്ടിപ്പുറത്ത് വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രമാണ്. ആ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉൾപ്പെടെ ഇന്നലെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിരുന്നു. ഇവിടെ നിന്നും ആളുകളെയൊക്കെ തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നമുക്കൊപ്പം ഇവിടുത്തെ പ്രദേശവാസികളുമുണ്ട്. ചേട്ടാ, ഇന്നലെ രാത്രി പ്രതീക്ഷിക്കാതെയാണ് ഇത്രത്തോളം മഴ പെയ്തത്. എന്തായിരുന്നു ഇന്നലെ രാത്രിയിലത്തെ അവസ്ഥ? രാത്രി പെട്ടെന്നൊരു മഴ 7 മണി പോലെ തുടങ്ങിയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം മഴ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ രാത്രിയിലാണ് വളരെ ശക്തമായ മഴ പെയ്തത്. അപ്പോൾ ഈ തൊട്ടടുത്ത് മലകളിലൊക്കെ ചെറിയ ചെക്ക് ഡാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അധികം വെള്ളം നിറയുമ്പോൾ ചെക്ക് ഡാമൊക്കെ തുറന്നു വിടുന്നൊരു സ്ഥിരം പ്രതീതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് എല്ലാ വർഷവും ഈ സമയത്ത് ഇങ്ങനെ വെള്ളം പൊങ്ങുന്നതാണ്. തോടിൻ്റെ വീതി കുറവും അതുപോലെ തന്നെ ആഴം ഒട്ടും ഇല്ലാത്തതൊക്കെയാണ് ഈ തോട് ഇത്രയും അധികം വെള്ളം പൊങ്ങാൻ കാരണം. എല്ലാവർക്കും സ്ഥിരമുള്ളതാണ്. ഇവിടുത്തെ ഏക ആശുപത്രിയാണ് ഈ കാണുന്നത്. 10,000-ത്തിലധികം ജനസംഖ്യയുള്ള 24 വാർഡുകളുള്ള വലിയൊരു പഞ്ചായത്തിൽ ആകെ ഉള്ളൊരു ആശ്രയമാണിത്. പക്ഷേ എപ്പോഴും വെള്ളം കയറി ഇതിൽ ആശുപത്രിയിലെ ആൾക്കാർ പോകാൻ പറ്റാത്തൊരവസ്ഥ ജൂലൈ മാസത്തിലും അതുപോലെ തന്നെ നവംബർ മാസത്തിലും ഉണ്ടാകാറുണ്ട്. സ്ഥിരമായി ഞങ്ങൾ പ്രശ്നങ്ങൾ അധികാരികളെ അറിയിക്കുന്നുണ്ടെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതൊന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മുല്ലപ്പെരിയാർ ഡാമും ഇപ്പോൾ 8 മണിയോട് കൂടിയിട്ട് തുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വള്ളക്കടവ് മേഖലകളിലാണ് ആദ്യം വെള്ളം എത്തുന്നത്. ഇപ്പോൾ ആശങ്കയുണ്ടോ ഇപ്പോൾ നിലവിൽ? എല്ലാ വർഷവും നവംബർ മാസത്തിൽ ആശങ്കയാണ്. 136 നവംബർ മാസത്തിലെ മുല്ലപ്പെരിയാറിൻ്റെ ലെവൽ എന്നുള്ളത് കൊണ്ട് 136 പെട്ടെന്ന് തന്നെ അത് നിറയുകയും തമിഴ്നാട്ടിലും വെള്ളം വരുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ തുറക്കാനുള്ള നിർദ്ദേശം കൊടുത്ത് ഇവിടെ എല്ലാ വർഷവും നവംബർ മാസത്തിൽ വല്ലാത്തൊരു ഭയം ഉളവാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥ. ചേട്ടൻ്റെ വീട് ഇവിടെ തന്നെ? വാളാടി. ഇപ്പം ഇവിടുന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്തെങ്കിലും അറിഞ്ഞായിരുന്നു എങ്ങോട്ടാണ് മാറ്റി പാർപ്പിച്ചത്? ഇതുവരെ അങ്ങനെ മാറ്റി പാർപ്പിച്ച വിഷയമൊന്നും അറിഞ്ഞിട്ടില്ല.
തീർച്ചയായിട്ടും ഈ നിലവിൽ ഇപ്പോൾ മഴ ശമിച്ചു നിൽക്കുകയാണ്. പക്ഷേ രാത്രി മുഴുവൻ ശക്തമായ മഴയാണ് ലഭിച്ചത്. നെടുങ്കണ്ടം ഇപ്പോൾ നിൽക്കുമ്പോൾ പോലും കാലാവസ്ഥ എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിതിനിലേക്ക് വരാം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ദൃശ്യം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി കൂട്ടാറിൽ നിന്നുള്ള ദൃശ്യമാണ്. ഒരു ട്രാവലർ ഒഴുകിപ്പോകുന്ന ദൃശ്യമാണിപ്പോൾ നമ്മൾ കാണുന്നത്. കൂട്ടാറിൽ നിന്നുള്ള ദൃശ്യമാണ്. അതോടൊപ്പം തന്നെ നെടുങ്കണ്ടം തൂക്കുപാലം മേഖലകളിലും നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളൊക്കെ ഒലിച്ചുപോയി. സ്കൂട്ടറും കാറും ഒക്കെ ഇങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ട്. അത്രത്തോളം വലിയ പ്രശ്നം ജില്ലയിൽ പലയിടങ്ങളിലുമുണ്ട്.